പുറത്ത് നിപ ബാധിച്ച 14കാരന്റെ ആരോഗ്യനില ഗുരുതരമാണ്. ആന്റിബോഡി അല്പസമയത്തിനകം കോഴിക്കോട്ടെത്തും. 246 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. രോഗ ഉറവിടം ഏതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ വെല്ലുവിളിയായി തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും സർവേ നടത്തും. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പനി ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ടെന്നും ജാഗ്രത തുടരണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞു. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ സ്ഥിതി അതേ നിലയിൽ തന്നെ തുടരുന്നു. അല്പസമയത്തിനകം മോണോക്ലോണൽ ആന്റിബോഡി പൂനെയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും. 246 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. പാണ്ടിക്കാട് പഞ്ചായത്തിൽ 16,711 വീടുകളാണ് ഉള്ളത്. ആനക്കയത്ത് 16,248 വീടുകളുണ്ട്. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളിലും ഫീവർ സർവൈലൻസ്, വീടാനന്തരമുള്ള സർവേ നടത്തുന്നുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. നമ്മൾ ഇതിനെ ഭയക്കേണ്ടതില്ല. കൃത്യമായ മുൻകരുതലുകളിലൂടെ നമുക്ക് ഇടപെടാം. തീർച്ചയായിട്ടും നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പമുണ്ട്. അഷ്കർ, 12 ദിവസമെങ്കിലും ആയിട്ടുണ്ട് ആദ്യം പനി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുന്നു. കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒപ്പം മുൻകരുതൽ, ജാഗ്രത ഒക്കെ എങ്ങനെയാണ് മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? സുജ, ഈ പാണ്ടിക്കാട് സ്വദേശിയായി 14കാർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അവിടെ വെന്റിലേറ്ററിലാണ് ചികിത്സയിലെന്നാണ് വിവരം. മാത്രമല്ല, നേരത്തെ തന്നെ ഈ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. ആശങ്കാജനകമായ രീതിയിൽ കുട്ടിയുടെ സ്ഥിതി വഷളാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും അതേ നില തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അതേ നില തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം ആളുകൾ കൺട്രോൾ റൂമിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. ഈ റൂട്ട് മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമയങ്ങളിൽ ഈ കുട്ടിയെ ചികിത്സിച്ച ആശുപത്രികളിൽ അടക്കം ഉണ്ടായിരുന്ന ആളുകൾ കൺട്രോൾ റൂമിനെ ബന്ധപ്പെട്ട് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട 246 ആളുകളാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 63 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരാണ്. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള മുഴുവൻ ആളുകളുടെയും സ്രവം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ 3 പേർക്ക്, 2 പേർ കുട്ടികളാണ്. 2 പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ പനി വൈറൽ പനിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ 2 കുട്ടികളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്കും സമാനമായ രീതിയിൽ പനിക്ക് പുറമെയുള്ള മറ്റ് ചില ലക്ഷണങ്ങൾ കൂടി ഈ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അയാൾ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പോലും ഈ രോഗബാധിതനായ കുട്ടിയുടെ അടുത്ത പ്രദേശത്തുള്ള ആളായതുകൊണ്ടാണ് അയാളെയും ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇയാളുടെ സാമ്പിൾ അടക്കം പ്രധാനപ്പെട്ട സാമ്പിളുകൾ ഇപ്പോൾ തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ചില പരിശോധനാ ഫലങ്ങൾ ഇന്ന് ഉച്ചയോടെ തന്നെ പുറത്തു വരികയും ചെയ്യും. അവർക്ക് രോഗബാധിത ഏറ്റിട്ടില്ല എങ്കിൽ വലിയ തോതിൽ ആശ്വാസമാണ്. കാരണം നിലവിൽ ഹൈറിസ്കിലുള്ള മറ്റാർക്കും തന്നെ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിന് ചെറിയ കാലതാമസം, രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലതാമസം എടുക്കുമെങ്കിൽ പോലും കൃത്യമായി അവരെ നിരീക്ഷിക്കുകയും ഐസൊലേഷൻ ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് രോഗം പൂർണ്ണമായി നിയന്ത്രിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാത്രമല്ല, എല്ലാ തരത്തിലും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകളും അതുപോലെ തന്നെ 6 ഐസൊലേഷൻ ICUകളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലുള്ള നിയന്ത്രണം, ആ നിയന്ത്രണം ഒരുപക്ഷെ ഇനി കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കണമെങ്കിൽ മാത്രമേ കൂടുതൽ കർശനമാക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് അവിടെയുള്ള ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള പ്രവർത്തിക്കാനുള്ള സമയം. അതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഥവാ ചടങ്ങുകൾക്കോ വിവാഹങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് മരണാനന്തര ചടങ്ങുകളാണെങ്കിൽ പോലും അധികം ആളുകൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ പാണ്ടിക്കാട് പഞ്ചായത്ത് അഷ്കർ അലി, നിപ്പയിൽ ജാഗ്രത വേണം. മുന്നൊരുക്കങ്ങൾ, മുന്നറിയിപ്പുകൾ അതൊക്കെ കൃത്യമായി മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം. ഈ നിപ്പ കാലത്തെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്.